വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വീഡിയോയും കൂടെ കണ്ടാലോ, പാർക്കത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങളിതാ നേരെ അവിടുന്ന് കുട്ടികളെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വരിക്കായിട്ട് എണ്ണി ഓരോ സ്ഥലത്ത് നിന്നും എണ്ണിപ്പെറുക്കിയിട്ടാണ് കുട്ടികളെ എടുക്കുന്നത് ടീച്ചേഴ്സ്. അങ്ങനെ ഇതാ ഈ ഒരു തീവണ്ടി പോലത്തെ ഈ ഒരു കൊമ്പുള്ള മീനിൻ്റെ സംഭവത്തിൽ കയറ്റിയിരുത്തിയിട്ട് ഒന്ന് കറക്കാൻ പോവുകയാണേ. അപ്പോൾ ഇതാ മക്കളൊക്കെ കയറാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടൊന്നും ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അടിയിലൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇത് ഓണാക്കി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ലൈറ്റ് കത്തൂട്ടാം. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ കയ്യിൽ ഒരു സ്കൂൾ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാഗ് കെട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു സംഭവം ഉണ്ടെങ്കിലേ നമുക്ക് ഈ റൈഡിലൊക്കെ കയറാൻ പറ്റുള്ളൂ കേട്ടോ. ഇതിൽ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്ന പേരൻസിനൊന്നും ഇതിൽ കയറാൻ പറ്റുന്നുണ്ടാവില്ല, വലിയവർക്കൊന്നൊന്നേ. അപ്പോൾ ഞങ്ങൾ ആ ചേച്ചീൻ്റെ അടുത്ത് ചോദിച്ചു. ഞങ്ങൾ നിൽക്കണതിൻ്റെ അപ്പുറത്ത് തന്നെ ചേച്ചി നിൽക്കുന്നുണ്ട് കേട്ടോ, മെഷീൻ ഓഫാക്കാനും ഓണാക്കാനൊക്കെ വേണ്ടിയിട്ട് അവിടെ എടുത്ത് തന്നെ. അപ്പോൾ ചോദിച്ചപ്പോൾ ഓരറിഞ്ഞു കയറാൻ പറ്റുമല്ലോ, എവിടെ ഞങ്ങളെ ടാഗ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കയറാൻ പറഞ്ഞു കേട്ടോ. ഞങ്ങൾക്ക് ടാഗ് ഉണ്ട്, ഞങ്ങൾ വലിയൊരു കയറാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അങ്ങനെ പിന്നെ അടുത്തത് ഞങ്ങളാണ് കേട്ടോ കയറിയത്. കുട്ടികളത് കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്കിയുള്ള കുട്ടികളൊക്കെ കയറിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഏറ്റവും ലാസ്റ്റാണ്, കുട്ടികളതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കയറിയത് കേട്ടോ. പിന്നെ നമുക്ക് കുട്ടികളെ കൂടെ വേണമെങ്കിൽ കുട്ടികളുടെ കൂടെയും കയറാം, കുട്ടികൾക്ക് പേടിയില്ലെങ്കിലൊക്കെ. പക്ഷേ കുട്ടികൾക്കൊന്നിലും പേടിയില്ല എന്നുള്ളതാണ് സത്യം. എല്ലാത്തിലും ഓല് കയറിയിട്ടുണ്ട്. ഇതിപ്പോൾ നേരത്തെ ഒരു കയറിയിട്ട് പോയ സംഭവമാണ് ഇട്ടത്. ഇപ്പോൾ ഒരു വട്ടം പേടിച്ച് ഇങ്ങോട്ട് തന്നെ ഇറങ്ങി, പിന്നെ അടുത്തയിൽ കയറി ഒരാൾ ചെയ്യുമ്പോൾ അടുത്ത ആൾ, നമ്മളെ കുട്ടികളെ പേടി മാറി കിട്ടുകയാണ് കേട്ടോ. അപ്പോൾ ഐസിനാണ് ഈ പോണത്. എൻ്റെ പണ്ടത്തെ വീഡിയോ ഒക്കെ കണ്ടാലറിയാം, ഐസിനെ നമ്മൾ പാർക്കിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്നിലും കയറൂല. എന്നിട്ട് ഞാൻ അവിടുന്ന് ദേഷ്യപ്പെടണു, കുട്ടിയൊന്നും ഒന്നിലും കളിക്കാത്തതെന്ന് വിചാരിക്കണേ. ഭയങ്കര പേടിയായിരുന്നു കേട്ടോ എനിക്ക്. ഇപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ആ കുട്ടിയാണ് ആ കയറി പോണത്. പിന്നെ കുറച്ച് വലുതായില്ലപ്പോൾ, അടുത്ത മാസം 5 വയസ്സാവണ കുട്ടിയാണിത്. അല്ല, അടുത്ത മാസമല്ല, പറഞ്ഞു വരുമ്പോൾ നാളെ 1-ാം തീയതി ആവില്ലേ. ഈ വീഡിയോ എന്നാണ് അതൊക്കെ അറിയില്ല കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കും, എഡിറ്റൊക്കെ ചെയ്ത് വരുമ്പോഴേക്കിന് ഇങ്ങനെയൊക്കെ ആവും. വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയത് എന്ന് പറഞ്ഞാൽ ഒരാളാണ് കേട്ടോ. ഞങ്ങൾ ബസ്സിൽ നമ്മൾ കൂടെ വന്നിരുന്ന ഒരു ആളാണ് ഞങ്ങൾക്ക് ചാർജർ തന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ആ കുട്ടീൻ്റെ പേര് എന്നൊക്കെ അറിയില്ല, അലങ്കൃതേ അങ്ങനെ എന്തോ തോന്നുന്നു കേട്ടോ. ആ കുട്ടീൻ്റെ അമ്മയാണ് എനിക്ക് ചാർജർ തന്നത്. ഞാൻ പോണ കാര്യം വിചാരിച്ചിട്ട് തന്നെ അല്ലല്ലോ ഞാൻ അങ്ങനെ വരും എന്നുള്ളത്. ചാർജൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫോണ്. അങ്ങനെ ബസ് കയറിയപ്പോൾ മുതൽ എൻ്റെ 17 ചാർജ് ഉള്ളത്. ഞാൻ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ചാർജർ ഉണ്ടോ. ആരെടുത്ത് നോക്കുമ്പോഴും ചാർജർ ഇല്ല. ഓരൊക്കെ പിന്നെ ഫോൺ കുത്തി ഫുള്ളാക്കി കൊടുത്തതാണ്. അങ്ങനെ ഒരുവിധം കുറച്ച് ആൾക്കാരോടൊക്കെ ചോദിച്ചു. ലാസ്റ്റ് ചോദിച്ചു ഈ ചേച്ചീൻ്റെ അടുത്ത്. അപ്പോൾ പറഞ്ഞു ആ ചാർജർ ഉണ്ടല്ലോ പറഞ്ഞു. എന്നിട്ട് തന്ന് ഞാൻ ചാർജ് ചെയ്തു, ഫുള്ളാക്കി എടുത്തു. എന്നിട്ട് പിന്നെ ഞാൻ വരുന്നത് വരെ, ഞാൻ വീട്ടിലെത്താൻ സമയത്ത് ഇന്ത്യയിൽ 5% ചാർജ് ചെയ്യുന്നു. എന്നാലും അവിടെ ഉള്ള എല്ലാ കാര്യങ്ങളും ഇതുപോലെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയത് ആ കുട്ടീൻ്റെ അമ്മ കാരനാണ് കേട്ടോ. അവരാണ് എനിക്ക് ചാർജറൊക്കെ തന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം എല്ലാം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മക്കൾ ഇതാ അവിടുന്ന് കയറി ആ വലൻ്റെ പോലത്തെ ഇതിൽ നടന്നു വന്ന്, പിന്നെ ഒരു ഇതിൻ്റെ ഉള്ളിൽ കൂടെ വന്ന്, പിന്നെ വലൻ്റെയിൽ കയറി ഇതാ ലാസ്റ്റ് ഇതാ വരുന്നു മക്കൾ. അപ്പോൾ ഇത് ഐസിന് ഇനി അടുത്തത് വരും കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടുന്ന് ഇതാ നമ്മളെ ആ കുട്ടീൻ്റെ അനിയത്തിയാണ് കേട്ടോ അത് വന്നേ. അപ്പോൾ അത് അങ്ങോട്ട് കയറുകയാണ്. ഈ കുട്ടീൻ്റെ ഉമ്മൊക്കെ ഭയങ്കര കമ്പനിയാണ് കേട്ടോ. ഇവിടെ മക്കളെ കളിപ്പിച്ച് കുറച്ചൊക്കെ കളിച്ചതിന് ശേഷം പിന്നെ 3:30 ആകുമ്പോഴേക്കിന് അതിൻ്റെ ബാക്കിൽ കണ്ട ഒരു പശുമ്പനെ, അതിൻ്റെ ഉള്ളിലൊക്കെ ഞങ്ങൾ കയറിയിന് കേട്ടോ. പിന്നെ ഞാൻ കയറിയിന്, എൻ്റെ കൂടെ വേറെ 2 കുട്ടികളായിരുന്നു കേട്ടോ. പിന്നെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് 3:30 ആകുമ്പോഴേക്കിന് ഇവിടെ വന്നെത്താൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു 3:30 മാജിക് ഷോ തുടങ്ങുന്നുണ്ട്. അതാ ഈ കുട്ടീൻ്റെ അമ്മയാണ് കേട്ടോ എനിക്ക് ചാർജർ തന്നത്. താങ്ക് യു, ഒരുപാട് നന്ദിയുണ്ട്. താങ്ക്സ് ഒന്നും പിന്നെ പോകുമ്പോൾ പറയാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, എല്ലാരും എൻജോയ് ചെയ്തില്ലേ? കുറെ ആൾക്കാരൊക്കെ സൈലന്റ് ആണല്ലോ. എൻജോയ് ചെയ്തോ? വെരി ഗുഡ്, ദാറ്റ്സ് എനർജി. ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മളിവിടെ ഇങ്ങനെയൊക്കെ ഒരു പാർക്കൊക്കെ സെറ്റ് ചെയ്ത് എന്തിനാണ്? ഒരു ദിവസം ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും എല്ലാവരും വന്നിവിടെ ആഘോഷിക്കാനല്ലേ അല്ലേ? ഇപ്പൊ ലോകം മുഴുവൻ ഇപ്പൊ സെലിബ്രേറ്റ് ചെയ്യാണ്. എന്തൊക്കെയാ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ കഴിഞ്ഞു, ഇനി ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ വരാൻ പോവല്ലേ? എല്ലാവരും റെഡി അല്ലേ 2025 വെൽക്കം ചെയ്യാനേ? അതെ, നമ്മളും ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാണ്. ഓക്കെ, നമ്മളിപ്പോ ഇവിടെ എന്തിനാ ഇരിക്കുന്നത്? അതെ, മാജിക് കാണാൻ വേണ്ടി. എല്ലാവർക്കും മാജിക് ഇഷ്ടമാണോ? അതെ, എനിക്കും ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് ഇനി മാജിക് ഷോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് വേണ്ടി മാജിക് ഷോ ഇവിടെ പ്രസന്റ് ചെയ്യുന്നത് സനീഷ് വടകര എന്നുള്ള ഒരു മജീഷ്യനാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഐ വെൽക്കം മിസ്റ്റർ സനീഷ് വടകര ടു പ്രസന്റ് എ വണ്ടർഫുൾ മാജിക് ഷോ ഫോർ us. Please welcome Mr. Sanish Vadagara.
ടീച്ചേഴ്സിനും കുട്ടികൾക്കും പാരൻസിനും എല്ലാവർക്കും താങ്ക് യു. ഈ മാജിക് ഷോ എല്ലാവരും എൻജോയ് ചെയ്തില്ലേ? ഓക്കെ, ഇനി നിങ്ങൾക്ക് മാജിക് ഷോ ഇവിടെ സമാപിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് മറ്റു റൈഡുകളിലേക്ക് പോവാം. ഓക്കെ, എല്ലാവരും ഹാപ്പി അല്ലേ? ഓക്കെ, അതെല്ലാവരും ഹാപ്പിയായി ഇതിന്റെ നമ്മുടെ പാർക്കിന്റെ പേര് പോലെ തന്നെ ആക്റ്റീവായി മറ്റു റൈഡുകളിലേക്ക് പോയി ആസ്വദിക്കൂ. അങ്ങനെ ഞങ്ങൾ മാജിക് ഷോ ഒക്കെ കണ്ടു. കുറേ സമയം ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് കുട്ടികൾ ക്ലാപ്പ് ചെയ്തിട്ടും ഒക്കെ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ DJ ക്കാണ് കേട്ടോ പോയത്. അങ്ങനെ ഞങ്ങൾ DJ റൂമിലെത്തി. കുട്ടികൾക്ക് അവിടെ കയറിയപ്പോൾ തന്നെ പറയുവാണ്ടല്ലോ, അവിടുത്തെ ലൈറ്റും ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ എല്ലാവരും സന്തോഷം കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കെട്ടിപ്പിടിക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മക്കൾ. അങ്ങനെ ഐസിനും ആരൊക്കെ കൂടെ ഓനൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നമ്മളെ ഫ്രണ്ട്സ് കൂടെ ഉണ്ടാകുമ്പോൾ എങ്ങനെ അതേപോലെ തന്നെയാണ് മക്കൾക്കും. ചെറിയ മക്കൾക്കും ഓരോ ഫ്രണ്ട്സിനെ കിട്ടിയപ്പോൾ അവർക്ക് അത് മതി കേട്ടോ. അവരെല്ലാം ഹാപ്പിയാണ്. ഇത് തുടങ്ങിയാൽ പിന്നെ മക്കൾ വെറുതെ ഇരിക്കുമോ? നന്നായിട്ട് കളിക്കുന്നു കേട്ടോ. എല്ലാവരും പലതരം വെറൈറ്റി ഡാൻസുകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. മക്കളൊക്കെ ഉഷാറായിട്ട് തന്നെ കളിച്ചു കേട്ടോ. കുറേ കുട്ടികൾ നന്നായിട്ട് കളിക്കണതൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഉള്ള പാട്ട് ഞാനിപ്പോൾ ഇട്ടാൽ കോപ്പിറൈറ്റ് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ ഉള്ള മ്യൂസിക്കൊന്നും കേൾപ്പിക്കാത്തത്. അതേപോലെ തന്നെ മാജിക് ഷോ കുറേ ഉണ്ടായിരുന്നു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ട്. പക്ഷെ അതൊക്കെ ഇടുമ്പോക്കിന് ഒരുപാട് ലെങ്ത് കൂടുതലാണ്. പിന്നെ മാജിക് ഷോ നടക്കുമ്പോൾ അപ്പുറത്ത് വേറെ റൈഡൊക്കെ നടക്കുന്നുണ്ടല്ലോ, അവിടെ നിന്നൊക്കെ എന്തൊക്കെയോ സൗണ്ട് ഇങ്ങനെ വന്നിട്ട് അതിലൊരു ഇതുണ്ട് കേട്ടോ. കുറേ മ്യൂസിക് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇനി കോപ്പിറൈറ്റ് വല്ലതും കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ആ മാജിക് ഷോ ഒക്കെ ഞാൻ അവിടുന്ന് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കിയത്. അതിൻ്റെ അടുത്ത് ഐസിന് ഓടി വന്നിക്കണം. എന്തിനാന്ന് പറയുമോ? ഉമ്മ മൂത്രയിക്കണ്ട് ഉമ്മ എന്ന് പറയാനായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, അത് കഴിഞ്ഞിട്ട് നമുക്ക് പോയിട്ട് മൂത്രയിക്കാന്ന് പറഞ്ഞിട്ട് ഇരുത്തിക്കാണ് ഓനെ. അപ്പടി കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അപ്പം തന്നെ മൂത്രയിക്കാന്ന് പറഞ്ഞിട്ട് ഓനെ പിടിച്ചു നിന്നിട്ട് എന്നിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ എല്ലാ കുട്ടികളെയും കൂടെ കൊണ്ടുപോയിട്ട് പിന്നെ ഉള്ള കുട്ടികളൊക്കെ വിളിച്ചിട്ട് കൊണ്ടുപോയിട്ട് മൂത്രയിപ്പിച്ചിട്ട് കൊടുത്തു. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മൂത്രയിക്കാനുണ്ടോ പിന്നെ കുട്ടികളും ഇങ്ങോട്ട് പറയും ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് സ്ഥലത്തൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഫിൽറ്ററുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ എല്ലാവരും വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു കൊണ്ടുവന്നതിൻ്റെ 3 കുപ്പി ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ, 3 തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 2 കുപ്പിയിൽ അവിടുന്ന് വെള്ളം നിറച്ചു. അങ്ങനെ പിന്നെ DJ റൂമിൽ നിന്ന് ഇറങ്ങി വെള്ളമൊക്കെ എടുത്തെന്ന് പറഞ്ഞല്ലോ. പിന്നെ നമ്മൾ അടുത്ത റൈഡിനൊക്കെ വേണ്ടിയിട്ട് കുട്ടികളെ കൊണ്ടുപോകാണ് കേട്ടോ. ഫോട്ടോ എടുക്കണം. അതിൻ്റെ അടുക്ക് ഫോട്ടോ എടുക്കാൻ നിർത്തുമ്പോഴൊക്കെ നല്ല രസമാണ് കേട്ടോ. ഒരു കുട്ടി അങ്ങോട്ട് പോകുമ്പോൾ ഒരു കുട്ടി ഇങ്ങോട്ട് പോകും, ഒന്നാണ്ട് നോക്കുമ്പോൾ ഒന്ന് ഇങ്ങോട്ട് വെക്കും, ഒരാളോട് ചിരിക്കാൻ പറയുമ്പോൾ വേറെ ഒരാൾ ചിരിക്കാതിരിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ മക്കൾ. എന്നിട്ട് അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു ഞങ്ങൾ. പിന്നെ അപ്പുറത്ത് കുട്ടികൾക്ക് കളിക്കാൻ വേറെ സ്ഥലമുണ്ട്, അവിടെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ടീച്ചർമാർസ് വേറെ കുട്ടികളെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ സമയത്ത് ഫോട്ടോ എടുത്ത് വരുന്ന കുട്ടികളൊക്കെ ഇവിടെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും എത്ര വിളിച്ചാലും വിളിയേക്കൂല കേട്ടോ. അതിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ എടുത്തന്നെ ഉണ്ടാവും. ഞാൻ സൈസ് ഇങ്ങനെ വിളിച്ചാലൊന്നും ഓന് കേൾക്കൂല. അങ്ങനെ പിന്നെ കുട്ടികളെ കൊണ്ട് ഒക്കെ പറയിപ്പിച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ കേട്ടോ. എല്ലാ കുട്ടികളും കൂടെ നിർത്തിയിട്ട് എത്ര പെട്ടെന്ന് ആ സമയം അങ്ങോട്ട് പോകണമെന്ന് തന്നെ അറിയണില്ല കേട്ടോ. ഓരോന്നിൽ കയറി വരുമ്പോക്കിന് ഇനിയും പറഞ്ഞു വരികയാണെങ്കിൽ കുറേ സാധനത്തിൽ കയറാനുണ്ടാവും കേട്ടോ. അവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഓരോ പരിപാടികൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഇതിനൊരു മ്യൂസിക് ഉണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ കള പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ, ഇത് നിങ്ങൾ കണ്ടോളി. അത് കഴിഞ്ഞിട്ട് ഇതിൽ കയറാൻ വേണ്ടിയിട്ട് വന്നിക്കാണ് കേട്ടോ. ഹൈസിൻ്റെ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്നും കയറിയില്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചൊന്ന് വലിക്കണം കേട്ടോ. നമ്മൾ വെള്ളമൊക്കെ കോരുന്ന പോലെ തന്നെ. അപ്പോൾ ഹൈസിൻ ഞാൻ വലിച്ചോളം അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്ന ആളാണ്. പിന്നെ ഓൻ വലിച്ചില്ല കേട്ടോ. അങ്ങനെ വലിച്ച് മുകളിലെത്തിയിട്ടുണ്ട്. മുകളിലെത്തിയപ്പോൾ ഹൈസിൻ പറഞ്ഞിട്ട് അത്രക്കും മോൾക്ക് പോകണ്ട പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചെറുതായിട്ട് അവനൊന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ പറയാം അമ്മ മോൾക്ക് കൊണ്ടുപോകും ഞാൻ താഴത്ത് കൊണ്ടുപോകുമ്പോൾ. അങ്ങനെ കഴിഞ്ഞിട്ട് അവന് പിന്നെ മക്കളൊക്കെ മോൾക്ക് പോകുന്നുണ്ട്, അടിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഇതിൽ ഞാനും ഓനും ഒരുമിച്ച് കഴിഞ്ഞിട്ട് കയറിയുന്നത്. പിന്നെ ഫസ്റ്റിൽ കയറിയതിലും ഞാനും ഓനും ഒരുമിച്ച് അതിന് കയറിയുന്നത്. ഞങ്ങൾ
ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതാ നേരെ ഇങ്ങോട്ടേക്ക് വന്നിക്കാണ് കേട്ടോ. അവിടെ കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അത്. അപ്പോൾ പിന്നെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു ഇത് ചെയ്യുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം ഇനി നമ്മളെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ. അപ്പോൾ നമ്മളെ കൂടെ വന്നതിൽ കുറേ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ അവിടെ കയറിയ കുറച്ച് ആൾക്കാരില്ലേ, ഓരിഞ്ഞ് ഇതിൽ കയറാനുണ്ട് കേട്ടോ. അങ്ങനെ ഓരോരുത്തരത് കഴിയുമ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറുക. അപ്പോൾ ഇതാ കയറിയൊരു ഫസ്റ്റ് ഒന്നും ഒരു ഇതുണ്ടാവില്ല കേട്ടോ, മനസ്സിലാവില്ല ഇത് ഇങ്ങടെ ആക്കണ്ടേന്നുള്ളതൊന്നും കേട്ടോ. പിന്നെ അവർ ആ ചേച്ചിമാർ പറഞ്ഞെടുത്തതിന് ശേഷം പിന്നെ കുട്ടികൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം കേട്ടോ. മാതിയിട്ട് അങ്ങോട്ട് മണലിടണം ഇങ്ങോട്ട് ആക്കണമൊക്കെ ഉണ്ട്. അങ്ങനെ ഐസിന് കയറിയിട്ടുണ്ട്. ഫസ്റ്റൊക്കെ ആ ചേച്ചി പറഞ്ഞെടുത്തു. പിന്നെ ഓന് മനസ്സിലായപ്പോൾ പിന്നെ ഓൻ അയിമന്ന് ഇറങ്ങണുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ഇഷ്ടമായിക്കണം എനിക്ക്. പിന്നെ അയിമത്ത് തന്നെ നിൽക്കുക. അപ്പോൾ പിന്നെ ഓനെ ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ക്രിസ്മസ് അപ്പൂപ്പൻ വന്നിരുന്നു കേട്ടോ. അതിനെ കണ്ടപ്പോൾ പിന്നെ വേഗം ഇറങ്ങി. നമുക്ക് അതിനെ കാണാൻ പോവാന്ന് പറഞ്ഞപ്പോൾ വേഗം ഇറങ്ങിട്ടാ. അങ്ങനെ ഞങ്ങൾ അതിനെ അങ്ങോട്ട് കണ്ട് കുറച്ച് ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം തന്നെ അടുത്ത റൈഡിൽ കയറാനുള്ള വിളിച്ചു കിട്ടാ, വേഗം വരി നമുക്ക് കയറാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ നേരെ പിന്നെ അത് കയറാൻ വേണ്ടിയിട്ട് പോയി. ലാസ്റ്റായിട്ട് ഞങ്ങൾ കയറിയത് ഈ ഒരു റൈഡിലാണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ കുറേ ഞാൻ റീൽസ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിലുള്ളത്. ഇത് ഇവിടെ ഉണ്ടാവും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അടിപൊളിയെന്ന് മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. 2 പ്രാവശ്യമൊക്കെ കയറിയ മക്കളുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. പിന്നെ ടൈം ഒരുപാടായതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. വരുന്ന വഴിയിൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. മക്കളൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപാട് സന്തോഷമായിട്ടാണ് ഞങ്ങളെ യാത്ര അവസാനിപ്പിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്, ബൈ.